ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ റമദാനിലെ 10 നോമ്പ് നമ്മളോട് വിട പറഞ്ഞു കേട്ടോ. ഇന്ന് 11ാമത്തെ നോമ്പാണ്. അപ്പോൾ ഇന്നത്തെ നോമ്പിൻ്റെ കുറച്ച് ചെറിയ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, നോമ്പ് തുറ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. പിന്നെ അതിനൊപ്പം തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കനെ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. വീഡിയോ കാണുന്ന സമയത്ത് തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് ഞാൻ പൂരി മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ്, സബോള ഒക്കെ നല്ല തൊലിയൊക്കെ കളഞ്ഞ് പച്ചമുളക് ഒക്കെ കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് വിസിലടിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടുക. നല്ല എരിവുള്ള പച്ചമുളക് ആയ കാരണം ഞാൻ ഒരെണ്ണ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതുപോലെ വലിയൊരു സബോളയാണ്, പിന്നെ 2 വലിയ ഉരുളക്കിഴങ്ങ് കേട്ടോ. അപ്പോൾ ചെറുതായി അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വേവിക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് നാളികേരപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഞാൻ വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് 2 വിസിലടിച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വിസിലടിച്ചിട്ട് ഇതൊന്ന് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ പൂരിക്കുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ആട്ടപ്പൊടിയാണ് കേട്ടോ, ആട്ടപ്പൊടി അല്ല ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ, ഒരു 3 ടേബിൾ സ്പൂൺ റവ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ റവയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയെങ്കിൽ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലോണം കുഴച്ചെടുക്കണം. നമ്മുടെ കയ്യിൽ പിടിക്കില്ല, പിന്നെ മാവ് നല്ല സ്മൂത്തായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കാണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനതൊന്ന് കുഴച്ച് ഉരുളക്കാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമുക്കത് കുക്കറിലത്തെ നമുക്കിതൊന്ന് കാച്ചിയെടുക്കാം കേട്ടോ, മസാല കറി. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിതൊന്ന് നോക്കിയപ്പോൾ നല്ലപോലെ തന്നെ ഉടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പാലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പ് പാലായിട്ടാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നല്ലൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ തിളയ്ക്കേണ്ട, ഒന്നിങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ ഓഫാക്കി കൊടുക്കുക. അപ്പോൾ നാളികേരപ്പാലായ കാരണം കേട്ടോ. നല്ലോണം തിളച്ചതൊന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ നമുക്കതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് കടുവും പിന്നെ കറിവേപ്പിലയും കൂടി ഒന്ന് താളിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സമയത്ത് വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളക് ഇല്ല, അപ്പോൾ ഞാൻ കടുവും വേപ്പിൻ്റെ ഇലയും കൂടിയാണ് കേട്ടോ അതൊന്ന് കാച്ചിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നാളികേരപ്പാൽ ചേർത്തിട്ട് നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നാളികേരപ്പാലില്ലാന്ന് വെച്ചിട്ട് ചെയ്യാണ്ടിരിക്കേണ്ട, നമുക്ക് പശുമ്പാലുണ്ടെങ്കിൽ നമുക്ക് ഒരു 1/4 കപ്പ് പശുമ്പാലും കൂടി ചേർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പശുമ്പാലിൽ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല കുറുകിയ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഞാനിന്ന് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു ഗ്ലാസ് ഷേക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് അല്ല, ഷേക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ മോനിന്ന് നോമ്പുണ്ട്. അവൻ കുറേ ദിവസമായി പറയണം നോമ്പെടുക്കണം. അപ്പോൾ അവൻ കഴിഞ്ഞ ദിവസം നോമ്പെടുത്തപ്പോൾ അവന് പറ്റണില്ല കേട്ടോ. ഉച്ചയായപ്പോഴേക്കും തലകറങ്ങലും ക്ഷീണം ആകെ വയ്യാണ്ടായി. എന്നിട്ട് ഉച്ചയ്ക്ക് പിന്നെ അവനോട് ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു, തീരെ വയ്യാണ്ടായിപ്പോൾ കേട്ടോ. പിന്നെ അവൻ എടുക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഒരു സമയം ഇപ്പോൾ ഒരു അസർ ബാങ്ക് കൊടുത്ത് ലേശമാണ് ഞാൻ പണികളൊക്കെ തുടങ്ങിയത്. ഇപ്പോൾ സമയം ഒരു 4:30-5 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ അവന് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അവൻ എന്തായാലും ഒന്ന് ഫുള്ളായിട്ട് എടുക്കട്ടെ, എന്നിട്ട് നാളെ നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് വലിയവർക്ക് തന്നെ ചൂടും ദാഹം കൊണ്ട് തന്നെ പറ്റണില്ല. ചൂട് കാരണം നല്ല ദാഹം ഉണ്ടാവും, നമുക്ക് ഒട്ടും തന്നെ പറ്റണില്ല. അപ്പോൾ പിന്നെ ഉണ്ണികളുടെ കാര്യം പറയണ്ടല്ലോ, അവരും പ്രത്യേകിച്ച് അവരിപ്പോൾ കളിക്കുന്ന സമയമാണ്. എന്നാലും അവൻ എടുത്തു കേട്ടോ, ഒന്ന് വൈകുന്നേരം വരെ അവൻ എത്തിക്കുന്നുണ്ട് മുമ്പ്. അപ്പം അങ്ങനെ പൂരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൂരി നമ്മൾ എണ്ണ കുടിക്കാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ കുറച്ച് റവയും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല പോലെ ഫ്ലഫി ആയിട്ട് പൊന്തി വരികയും ചെയ്യും. നല്ല ഉള്ളിൽ നല്ല സ്മൂത്തായിരിക്കും, എന്നാൽ പുറം നല്ല ക്രിസ്പി ആയിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ പൂരിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേന്ത്രപ്പഴം 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. 2 നേന്ത്രപ്പഴം, ചെറിയ നേന്ത്രപ്പഴമായിരുന്നു കേട്ടോ, കാരണം 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായി പീസാക്കി. അതേപോലെ തന്നെ ഈന്തപ്പഴം ഒരു 5 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ കട്ടിയുള്ള പാലും കൂടി അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈന്തപ്പഴം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമാണ്, അപ്പോൾ നമുക്ക് നല്ല പോലെ തന്നെ അരഞ്ഞ് കിട്ടും കേട്ടോ. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് കട്ടി നല്ല കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ പാലൊന്നും ചേർക്കണില്ല കേട്ടോ. ഇത്രയ്ക്ക് കട്ടി എന്തായാലും വേണമല്ലോ ഷേക്കിന്. അപ്പോൾ മോനിപ്പോൾ നോമ്പായ കാരണം കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്കും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ബൂസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോമ്പിൻ്റെ സമയത്തും ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷേക്കാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ. അസ്സലാമു അലൈക്കും.